അപ്പം ഞങ്ങൾക്ക് 4 ഫ്രോക്ക് ഒരുമിച്ച് ഓർഡർ ഇട്ടിയത് 4ാമത്തെ ഫ്രോക്ക് അടിക്കാൻ പോവാട്ടോ. 4ാമത്തെ ഫ്രോക്കിന്റെ മോഡൽ അവർ പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ മേലെ ഭാഗത്ത് എലാസ്റ്റിക്കും താഴെ ഭാഗത്ത് തട്ടായിട്ടുള്ള അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്. ഇനി കസ്റ്റമർ ഞങ്ങളോട് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ആ ഫ്രോക്കിന്റെ ബോർഡർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി വേറൊരു മോഡലാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ല ഞങ്ങൾ സംഭവം എടുത്തത്. അപ്പൊ പിന്നെ ഈ ഒരു മെറ്റീരിയലിൽ അങ്ങനത്തെ ഒരു ബോർഡർ വർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള സെറ്റപ്പ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ലൈസ് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ ബോർഡർ വർക്ക് വേറെ കൊടുക്കുക. അതേപോലെ തന്നെ കൈയൊക്കെ വേറെ വെച്ചത് വേറെ ലൈസിന് വാങ്ങിച്ചിട്ട് ഏകദേശം ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളർ വാങ്ങിച്ചിട്ട് ചെയ്യാണ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോഡലിനനുസരിച്ചല്ല ഫ്രോക്കിന് ഞങ്ങൾ ആദ്യം തുണി എടുത്തത്. ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആവശ്യം വരും. അടിയൊക്കെ നല്ല റൗണ്ടിൽ കിട്ടണമെങ്കിൽ നല്ല മെറ്റീരിയൽ ആവശ്യം വരും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, രണ്ടാമതും പോയിട്ട് ഇതേ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ അവിടെ ചോദിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ ഈ കളർ അങ്ങനെ അവിടെ കണ്ടേന്നില്ല. ഒരു ഒറ്റ കളർ ഞാൻ കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്ത് പോകുന്നതാണ്. ആ കളർ കഴിയാനായിരുന്നു. പിന്നെ ലാസ്റ്റുള്ള ഒരു 1/2 മീറ്ററും കൂടി ഞാൻ എടുത്ത് വന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ കുറേ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് അടിച്ച് വന്നപ്പോൾ ഫ്രോക്കിൻ്റെ ഒരു ഔട്ട്കം ആയിരുന്നു ഇത്. ഞാൻ കുറേ അഡ്ജസ്റ്റ് ചെയ്താണ് അടിച്ചെങ്കിലും ഇതിൻ്റെ ഈ അടിയിൽ വെച്ച ലൈസ് അടിയിൽ ഫുള്ളായിട്ട് തികഞ്ഞിരുന്നില്ല. വീണ്ടും ഞങ്ങൾ പോയിട്ട് 2 മീറ്ററും കൂടി ഇതിൻ്റെ ലൈസ് വാങ്ങിച്ചു. അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഫുള്ളൊരു ഒറ്റ കളറിലായതുകൊണ്ട് തന്നെ വേറെ വർക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു വർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അവർ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഈ ലൈസിൻ്റെ അതേ സെയിം കളർ ബീഡ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് ആ ഒരു ബീഡ്സ് അതിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു സംഭവം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രോക്കിൻ്റെ ഔട്ട്കമാണിത്. അപ്പോൾ ആ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഓർഡറിലെ 4 ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റിച്ചിങ്ങും ചെറിയ ചില അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഫ്രോക്കുകളുടെയൊക്കെ ഒരു ഫൈനൽ ഔട്ട്കമാണിത്. എങ്ങനെയുണ്ട് കാണാൻ? ഇനി ഇതിൽ ഈ ഒരു ഫ്രോക്കിൻ്റെ അരഭാഗത്ത് ആ മെറൂൺ കളർ ബെൽറ്റ് പോലെ വെക്കുമെന്ന് കസ്റ്റമർ ചോദിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ചോദിച്ചതനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ ബെൽറ്റ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില ഫ്രോക്ക് അടിച്ച ബാക്കിയൊന്നും തുണിയും കൊണ്ട് ഞാൻ ഇതിൽ 4 സ്ക്രഞ്ചീസും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ സംഭവം ഇടുക്കിക്ക് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാം കേട്ടോ. ഈ പ്രാവശ്യം അയക്കുന്ന ഈ കൊറിയർ ഞങ്ങൾ DTTC എന്നല്ല പകരം പോസ്റ്റ് ഓഫീസിനാണ് അയക്കുന്നത്. കാരണം അവരുടെ കസ്റ്റമർ പറഞ്ഞത് അവർ ആ ഒരു ഭാഗത്ത് DTTCൻ്റെ സർവീസ് ഉണ്ട്, പക്ഷെ ഇത് വാങ്ങിക്കണമെങ്കിൽ അവർ സെപ്പറേറ്റ് അവിടെ പോയി വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ് ഓഫീസിന് അയക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പോസ്റ്റ് ഓഫീസിന് അയക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇത് ഞാനല്ല കേട്ടോ പോയി അയക്കണത്, ഇത് നാളെ അമ്മയാവും പോയി അയക്കുക. എനിക്ക് നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് അയക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിവിടെ പാക്ക് ചെയ്തിട്ട് ഇതിൽ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് സംഭവം സെറ്റപ്പ് ആക്കി വെക്കുകയാണേ.